നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇതില്ലേ സ്കോളർഷിപ്പ്, ഈ സ്കോളർഷിപ്പിന്റെ പിന്നാലെയായിരുന്നു ഈ ലാസ്റ്റ് ഒരു വീക്കായിട്ട് മുഴുവൻ ഈ സ്കോളർഷിപ്പ് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള പരിപാടിയുടെ പുറകെയായിരുന്നു ഞാൻ ഈ ഒരു 1 വീക്ക് ഫുള്ള്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് രണ്ട് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന CMA ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള 100% സ്കോളർഷിപ്പ്, നിങ്ങൾ ഒരു ഫീസ് പോലും പേ ചെയ്യാണ്ട് നിങ്ങൾക്ക് CMA ഇന്റർമീഡിയറ്റ് പഠിക്കാൻ പറ്റും. ആ സ്കോളർഷിപ്പിന്റെ കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ബാച്ച് അനൗൺസ് ചെയ്തിരുന്നു കേട്ടോ. CMA ഇന്റർമീഡിയറ്റ് ഒരു 60 days പ്രോപ്പർ ഷെഡ്യൂൾ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിക്കുന്ന ഒരു സൂപ്പർ 60 ബാച്ച് ഞാൻ അനൗൺസ് ചെയ്തു. ആ ബാച്ചിൽ ഞാൻ ഒരു ഫസ്റ്റ് വരുന്ന ഒരു 100 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരുന്നു കുറച്ച് കൂപ്പൺ കോഡും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. അത് കഴിഞ്ഞത് എക്സ്പയർ ആയിപ്പോയി. നമ്മൾ ബാച്ച് August 5 സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാം. ഞാൻ ആ കൂപ്പൺ കോഡും ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ബാച്ചിന്റെ അനൗൺസ്മെന്റ് ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ കൊടുത്തിരിക്കാം. അത് കണ്ടാൽ അതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ലിമിറ്റഡ് പീരീഡിലായിരിക്കും കേട്ടോ. അതായത് ഇനി നമുക്കൊരു CMA ഇന്റർമീഡിയറ്റിന് നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് വരാമെന്ന് പറഞ്ഞാൽ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം വളരെ സ്പീഡിൽ പോണ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടൈമിലുള്ളൂ, ആ ടൈം കൊണ്ട് കംപ്ലീറ്റ് കോഴ്സും തീർക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും. നിങ്ങൾക്ക് സാവകാശം ഉണ്ടാവില്ല. അതുവരെ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതായത് പുതിയ ബാച്ച് അനൗൺസ് ചെയ്യുന്നത് വരെ, റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും കൂപ്പൺ കോഡും ഒക്കെ എത്ര നാൾ വെക്കാൻ പറ്റുമോ മാക്സിമം ഞാൻ അത്രയും നാൾ ഹോൾഡ് ചെയ്തിരിക്കാം. നിങ്ങൾക്ക് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടത് തന്നെയാണ്, CMA ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള 100% സ്കോളർഷിപ്പ്. അതായത് നമുക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് ഒരുപാട് പിറകിൽ നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയിട്ടുള്ള ചൈൽഡ് ആയിരിക്കാം, അവർക്ക് പഠിക്കാൻ മുന്നോട്ട് പറ്റുന്നില്ല, എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ട് പഠിക്കുന്നവരായിരിക്കാം. അത് മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. സാമ്പത്തികം ഇല്ലാഞ്ഞ റീസൺ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിംഗിൾ പാരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരുടെയും ഫാമിലി സ്റ്റാറ്റസ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. എനിക്കത് പേഴ്സണലി ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് പഠിക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതെന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വച്ച് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ അനിയത്തിമാർക്കും അനിയന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ അനൗൺസ് ചെയ്തിട്ടൊന്നും ചെയ്യാറില്ല. പേഴ്സണലി കണ്ടിട്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യാറായിട്ടുണ്ട്. ശരി, അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അനൗൺസ് ചെയ്യാണ്, നിങ്ങൾ ഈ വരുന്ന ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് CMA ഇന്റർമീഡിയറ്റ് എഴുതാൻ പ്ലാൻ ചെയ്തൊരു കുട്ടിയാണ്. പക്ഷേ ഈ സാമ്പത്തികം, ഈ പൈസയുടെ ഇഷ്യൂ കാരണം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളിൽ 10 പേർക്ക് CMA ഇന്റർമീഡിയറ്റിന്റെ കോഴ്സ്, CMA ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് 1 ആയിക്കോട്ടെ, ഗ്രൂപ്പ് 2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, അതായത് നിങ്ങൾ ഈ വരുന്ന ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഏത് ഗ്രൂപ്പാണോ എക്സാം എഴുതാനായിട്ട് പോകുന്നത്, ഏത് ഗ്രൂപ്പാണോ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്നത്, ജെനുവിൻ ആയിട്ട് പഠിക്കാനിരിക്കുന്നത്, ചിലപ്പോൾ സിംഗിൾ ഗ്രൂപ്പ് ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബോത്ത് ഗ്രൂപ്പിന് വേണ്ടി തന്നെ സപ്പോർട്ട് ചെയ്യും. ബോത്ത് ഗ്രൂപ്പിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്കറിയാം, ബോത്ത് ഗ്രൂപ്പിന്റെ ക്ലാസ് നമ്മുടെ ഡിസ്കൗണ്ട്സ് ഒന്നും ഇല്ലാണ്ട് നോക്കുകയാണെങ്കിൽ, അതായത് പ്രൈമറി ഡിസ്കൗണ്ട്, ഈ സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഒന്നും ഇല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ബോത്ത് ഗ്രൂപ്പിന് ഒരു 15,000 പ്ലസ് വരും, GST കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസിന്റെ പ്രൈസ്. അപ്പോൾ 10 പേരെന്ന് പറയുമ്പോൾ ഏകദേശം 1,50,000 റുപ്പീസിന്റെ സ്കോളർഷിപ്പാണ് നിങ്ങൾ ഓരോരുത്തർക്കുമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ എത്താനായിട്ട് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഉറപ്പ് തരാണ്, 10 പേർക്ക് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് യൂസ് ചെയ്യാം. 10 കുട്ടികൾക്ക് ഈ വരുന്ന എക്സാമിനേഷന് നിങ്ങൾ എഴുതുന്ന ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പിന്റെ ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ നോർമൽ ബാച്ചിലിരിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ തന്നെ നിങ്ങൾ നമ്മുടെ ബാച്ചിലിരിക്കും. നിങ്ങൾക്ക് അതേ എല്ലാ ഫെസിലിറ്റീസും കിട്ടും. നമ്മുടെ കൂടെ എല്ലാം, ഞാൻ പറയുന്ന എല്ലാ ഫെസിലിറ്റീസും, എല്ലാ സൗകര്യങ്ങളോട് കൂടി തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലിരിക്കാനും ഈ വരുന്ന എക്സാമിനേഷൻ എഴുതി പാസ്സാവാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഹെൽപ്പ് വേണോ അതൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്തു തരും. ശരി, അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോം പറയുന്നതിന് മുന്നേ ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് ഉപയോഗിക്കാൻ പറ്റുക പറഞ്ഞാൽ, അതായത് മെയിൻ നമ്മുടെ ഒരു കൺസ്ട്രെയിൻ പഠിക്കാനായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി ഉള്ള ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്നോട് പറയാം. അതായത് എനിക്ക് പഠിക്കണം, പക്ഷേ എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റുന്നില്ല, വീട്ടിലുകാരെ എന്നെ ഒരു പ്രാവശ്യം പഠിപ്പിച്ചു, പഠിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ മാന്യത കൊണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കേസൊന്നുമല്ല ഞാൻ പറയുന്നത്. ജെനുവിൻ ആയിട്ട് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂ ആണ് ഉള്ളത് എന്ന് വെച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനോ അമ്മയോ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു പാരന്റ് മാത്രമുള്ള, പഠിക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ മെഡിക്കൽ ഇഷ്യൂസോ ഒക്കെ വന്നിട്ട് ഫൈനാൻഷ്യലി തകർന്നു പോയ ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഇങ്ങനെ സഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, പഠിച്ചാൽ ഉറപ്പായിട്ടും പാസ്സാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുട്ടികളാണ്. പക്ഷേ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ ഇഷ്യൂ കാരണം പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കോളർഷിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു നിർബന്ധമുണ്ട്, ഈ പറയുന്ന 10 സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഈ 10 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അർഹതപ്പെട്ട സ്റ്റുഡൻസ് ആയിരിക്കണം.
അത് നമ്മളെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാരൊന്നും അല്ല. പഠിക്കണം എന്നുള്ള താല്പര്യം, സെമി ഇന്റർമീഡിയറ്റ് പാസ് ആവണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള പക്ഷേ പഠിക്കാൻ പറ്റാത്ത ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന 10 സ്റ്റുഡൻസിനെ ആയിരിക്കും നമ്മൾ ഈ സ്കോളർഷിപ്പ് തന്നിട്ട് സ്പോൺസർ ചെയ്യുക. 10 സ്റ്റുഡൻസിനായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുക. അപ്പോൾ താഴെ ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഫിൽ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, മൊബൈൽ നമ്പർ, അത് കഴിഞ്ഞ് നിങ്ങളുടെ പാരന്റിന്റെ നമ്പർ, നിങ്ങളുടെ ഗാർഡിയൻ ആരാണോ ആ ഗാർഡിയന്റെ നമ്പർ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് 2 പേരുടെ നമ്പർ കൊടുക്കാം. ഓക്കെ, 2 പേരുടെ നമ്പർ കൂടി നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണം. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അറിയാവുന്ന നിങ്ങളുടെ സിബ്ലിങ്സോ ബ്രദറോ സിസ്റ്ററോ ആവാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാവുന്ന ഒരു ഒന്നോ രണ്ടോ അല്ല 2 പേരുടെ നമ്പർ കൊടുക്കണം. അപ്പോൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് അറിയാലോ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ പാരന്റിന്റെ നമ്പറും, പിന്നെ ഞാൻ പറഞ്ഞ 2 പേരുടെ നമ്പറും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഈ സ്കോളർഷിപ്പ് അർഹതയുള്ള ആൾക്കാരുടെ കയ്യിലാണ് എത്തുന്നതെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നമ്മൾ എന്തായാലും ചെയ്യും. നമുക്ക് പേഴ്സണലി വന്ന് തിരക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും പേഴ്സണലി വന്ന് അന്വേഷിച്ചിട്ട് തന്നെ ആയിരിക്കും സ്കോളർഷിപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ സ്ഥലങ്ങളിൽ, അവരെ വിട്ട് അന്വേഷിപ്പിക്കും. എന്തായാലും ജെനുവൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ 100% ആയിട്ടും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ വേണമെങ്കിൽ എനിക്ക് റെഫർ ചെയ്യാം. ചില കുട്ടികളറിയാം, അതായത് എനിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ആരോടെങ്കിലും സഹായം ചോദിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു. പൈസ കടം ചോദിക്കാനോ സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതൊരു സത്യം പറഞ്ഞ ഒരു ഈഗോ ഇഷ്യൂ ആണ്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള സ്റ്റുഡൻസും ഉണ്ടാവും. അപ്പം നിങ്ങൾ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയാമല്ലോ, ഫ്രണ്ട്സ് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. എൻ്റെ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്കറിയാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിരിക്കാം. 9747710686 അതാണ് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ. നിങ്ങളൊന്ന് എനിക്ക് വാട്സ്ആപ്പിൽ അയച്ചാൽ മതി. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, സംഭവം ജെന്യുവൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ 10 പേർക്ക് നമ്മൾ സ്കോളർഷിപ്പ് തരുന്നതായിരിക്കും. ശരി, എന്ന് മുതൽ അവർക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാം, എന്ന് മുതൽ ഈ സ്കോളർഷിപ്പിന്റെ അനൗൺസ്മെന്റ്, അതായത് ഞാൻ ഒരിക്കലും ഈ 10 സ്റ്റുഡൻസ് ആരാണെന്നോ ഈ 10 പേർക്ക് സ്കോളർഷിപ്പ് കൊടുത്തു എന്നോ ഒന്നും പറഞ്ഞ് ഇനി എവിടെയും കുട്ടി ഘോഷിക്കോ, നിങ്ങൾക്ക് അതൊരു ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവില്ല. സ്കോളർഷിപ്പ് നമ്മൾ അനൗൺസ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ വർക്ക് മൊത്തം നടക്കും. നമ്മൾ ഈ പറഞ്ഞ 10 സ്റ്റുഡൻസിനെയും സെലക്ട് ചെയ്യും. സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മന്ത് എൻഡ് മാക്സിമം, അതായത് നമ്മുടെ റിസൾട്ട് വരുന്നത് ഓഗസ്റ്റ് 28-ന്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം നമുക്കൊരു ബാച്ച് ഉണ്ടാവും. ആ ബാച്ചിലായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ബാച്ചിലായിരിക്കും കയറാൻ പറ്റുക. അപ്പോൾ ഓഗസ്റ്റ് 28-ന് റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന 10 പേരെയും ഫൈനലൈസ് ചെയ്യും. അപ്പോൾ ടൈം ഉണ്ട്, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 മന്തോളം ടൈം ഉണ്ട്. ആ 1 മന്തിനുള്ളിൽ നന്നായിട്ട് ആലോചിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഈ ഒരു സ്കോളർഷിപ്പ് ഉപകാരപ്പെടും, നിങ്ങൾക്കാണ് ഇത് ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കാം. എന്നെ പറ്റിക്കാനോ ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാനോ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളിത് ചെയ്യരുത്. നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് ഡെഫിനറ്റ്ലി ആ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അർഹതപ്പെട്ട 10 പേർക്ക് നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകൾ, നിങ്ങൾ ഈ ഡിസംബറിൽ എക്സാമിനേഷൻ ഏത് ഗ്രൂപ്പാണോ എക്സാം ചെയ്യുന്നത് ആ ഗ്രൂപ്പ് നമ്മൾ ഉറപ്പായിട്ടും ആ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. ഈ സ്കോളർഷിപ്പിന്റെ കാര്യം മാക്സിമം എല്ലാ CMA സ്റ്റുഡൻസിലേക്കും എത്തിക്കുക. CMA സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഉള്ള ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റീസോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ ഒക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെട്ട 10 കുട്ടികളെ നമുക്ക് പഠിക്കാനായിട്ട് സഹായിക്കാം. അതുപോലെ ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യിപ്പിക്കാം. ഇത് എൻ്റെ മാത്രം എഫേർട്ടൊന്നും അല്ല കേട്ടോ, എൻ്റെ ടീമിൻ്റെയും എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 30,000+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള CMA CA CS പഠിക്കുന്ന അല്ലെങ്കിൽ ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ആ ഇൻട്രസ്റ്റ് കാണിക്കുന്ന കുറച്ച് കൂട്ടുകാരുടെയും നിങ്ങളുടെ കൂടി എഫേർട്ടാണ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സംഭവമാണിത്. ഇത് മാക്സിമം നിങ്ങൾ ബെനിഫിറ്റ്, ഞാൻ ഒന്നുകൂടി പറയാണ്, ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ തന്നെ നിങ്ങൾ എത്തിച്ചേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്യും. ആ കൂപ്പൺ കോഡും ഡിസ്കൗണ്ട്സും ഒക്കെ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. രണ്ടാമത്തത് ഈ സ്കോളർഷിപ്പാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ എല്ലാ കുട്ടികളിലേക്ക് എത്തിക്കുക. ഇത്രേ ഉള്ളൂ. ബൈ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.